ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിനൊപ്പമൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ഒരു ചക്കക്കുരു കറിയാണ്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് മിസ്സാവാണ്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഇനിയപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ചക്കക്കുരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് ചക്കക്കുരു എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള ആ ഒരു ബ്രൗൺ കളറിലുള്ള പാട ഞാൻ കളഞ്ഞിട്ടില്ല. അത് നല്ല ന്യൂട്രീഷ്യസ് ആയതുകൊണ്ട് അത് കളയാതെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നാളികേര പാലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് കട്ടി കുറഞ്ഞ രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് തക്കാളിയാണ്. കറിക്കൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തു. പിന്നെ രണ്ട് കറിവേപ്പില, കുറച്ച് സവോള, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ മുളക് ഒരു പ്രത്യേക നല്ല മണമൊക്കെ ഉള്ള മുളകാണ് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, നാളികേരക്കൊത്ത്, ഇത്രയും സാധനങ്ങളാണ് കറിക്ക് വേണ്ടിയിട്ട് വേറെയായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി ടേസ്റ്റ് കറിക്ക് കിട്ടുക. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അല്ലാത്ത ഓയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നാളികേരക്കൊത്തും പച്ചമുളകും സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ സവോളയൊക്കെ വേഗം അങ്ങ് വാടി കിട്ടിക്കോളും. പിന്നെ ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ആ പച്ച മണമൊക്കെ ഒന്ന് മാറി അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് വാടി വരട്ടെ ഉള്ളിയൊക്കെ. ഇപ്പോഴേ ഉള്ളിയും മുളകും കൂടി ആ പച്ചമണമൊക്കെ മാറി ഒന്ന് റോസ്റ്റായ മണം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേ കണ്ടില്ലേ, അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയി സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ആഡ് ചെയ്യാം. ആദ്യം 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണം മാറിയ ശേഷം മാത്രം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയും പോലെ മസാല നന്നായിട്ട് മൂത്ത ശേഷം മാത്രമേ തക്കാളി ചേർക്കാവേ. അല്ലെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ ആ ഒരു നനവ് കൊണ്ട് മസാല നന്നായിട്ട് മൂത്ത് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണേ. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. കട്ടി കുറച്ച് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാല്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉള്ളി വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പല്ലേ ആദ്യം ചേർത്തിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഉപ്പ് കുറവായിരിക്കും. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് നല്ല കുറവാണ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഒരു 15 മിനിറ്റ് മതിയാവും. അതിനുള്ളിൽ ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചക്കക്കുരുവൊക്കെ നന്നായിട്ട് ഏകദേശം വെന്തിട്ടുണ്ട്. ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട, എന്നാൽ അല്പം നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇതിപ്പോൾ ഒരു കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ടിയായിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത ശേഷം ഒരുപാട് സമയമൊന്നും ഇട്ട് തിളപ്പിക്കണ്ട കേട്ടോ. നമ്മുടെ കറി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. പിന്നെ നമ്മൾ ഈ കറിയിൽ എരിക്ക് വേണ്ടിയിട്ട് മുളക് പൊടിയല്ല യൂസ് ചെയ്യുന്നത്, പച്ചമുളകും അതേപോലെ തന്നെ കുരുമുളക് പൊടിയുമാണ്. തേങ്ങാപ്പാലിനൊപ്പം പച്ചമുളകും കുരുമുളക് പൊടിയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എരിക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ കറി വിരിഞ്ഞു പോകും. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ചക്കക്കുരു കറി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പീസിൻ്റെ ഒക്കെ ഫോട്ടോസുമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജായ കറിവേഡ് ബൈ ദേവാസ് മോമിൽ വരാനും പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. റെസിപ്പീസിൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസും നമ്മുടെ മറ്റ് ചില വീഡിയോസിൻ്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ പ്ലീസ്. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.